നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. പുതിയ രുചികൾ, പുതിയ പാചക രീതികൾ, വ്യത്യസ്തമായ ലൊക്കേഷനുകൾ. അയലത്തെ വീട്ടമ്മമാരുടെ പുതിയ വിശേഷങ്ങളുമായി അയലത്തെ അടുക്കള. ഇത് പുതുശ്ശേരി ഗ്രാമം. പുതുശ്ശേരിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പുതുശ്ശേരി ഒരുപാട് ഉത്സവങ്ങളുടെയൊക്കെ നാടാണ്. മാത്രമല്ല ഒരുപാട് കലാകാരന്മാരുടെ നാടാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു പ്രകൃതി ഭംഗി എനിക്ക് തോന്നുന്നു പാലക്കാടിൻ്റെ സിറ്റിയിൽ നിന്നും വളരെ അടുത്താണ് ഈ സ്ഥലം. 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ 6 കിലോമീറ്റർ ദൂരത്തിനകത്ത് തന്നെ ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷം ഇവിടെ ഉണ്ട്. കാരണം ഈ വേലികളെന്ന് ഇപ്പോൾ കണ്ടോ, മുള്ളുകൊണ്ടുള്ള ഈ വേലികളൊന്നും നമ്മൾ കാണാനേ കിട്ടില്ല. മാക്സിമം എനിക്ക് തോന്നുന്നു ഇതൊക്കെ കംപ്ലീറ്റ് പോയി മതിലുകളായി. എല്ലാ ഔഷധ സസ്യങ്ങളുമുള്ള, നെൽപ്പാടങ്ങളുള്ള ഒരു നല്ല ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ അയലത്തെ അടുക്കളയുടെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അയലത്തെ അടുക്കളയുടെ വിശേഷങ്ങളുമായി, ഒരു പുതിയ വിശേഷങ്ങളുമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അടുക്കളയിൽ നിന്നും അടുക്കളകളിലേക്കുള്ളൊരു സഞ്ചാരം. ലോകസഞ്ചാരമൊന്നുമല്ല, സാധാരണ വീടുകളിൽ നിന്നും വീടുകളിലേക്കുള്ളൊരു സഞ്ചാരം. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിറകും ഇതുപോലെ കൂട്ടി വയ്ക്കുന്നതൊക്കെ വളരെ അപൂർവമായിരിക്കും. കാരണം ഗ്യാസും പുതിയ പുതിയ ടെക്നോളജി വന്നതിന് ശേഷം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള എന്ന് പറയുന്നത് പുതിയ ഒരു ന്യൂജൻ സെറ്റപ്പിലായിരിക്കും. പക്ഷേ ഇത് തികച്ചും നാടൻ രീതിയിലുള്ള നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ കലാകാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്ന എല്ലാ സാധനങ്ങളും, നെല്ലിക്ക, തേക്ക് കുറേ ഉണ്ട്, മുരിങ്ങ, പാഷൻ ഫ്രൂട്ട്, പിന്നെ എന്താ പറയുക, ഇഞ്ചി, എല്ലാം ഏകദേശമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം. അപ്പോൾ ഒന്നിനും പുറത്ത് പോകണ്ട. ആകെ മണ്ണെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, പെട്രോള്, വണ്ടിയുടെ കാര്യങ്ങൾ, അതിനുവേണ്ടി മാത്രമേ പുറത്ത് പോകേണ്ട ആവശ്യമുള്ളൂ. ചെമ്പരത്തിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാറില്ല. ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. അത് കാണാറില്ല. നമ്മൾ പണ്ട് തമാശക്കെങ്കിലും പറയും, മറ്റേ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചുകൊണ്ട് നടക്കാമെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ പൂർണ്ണമായും നിറച്ച് ഉണ്ട്. നമുക്ക് ആ വീടിൻ്റെ ഗേറ്റ് തുറന്നകത്തേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ അതിഥി, വിശിഷ്ട വ്യക്തി ആരാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ വീട്ടിനകത്തേക്ക് കയറി പിന്നെ ഈ വീട്ടിൽ ചെന്ന് നമ്മൾ പരിചയപ്പെടാം. ആരാണെന്ന് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോട്ട് ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. എങ്ങനെയുണ്ട്? ഞാൻ നന്നായി പാടിയെന്ന് കരുതുന്നു. എന്തായാലും പാട്ട് എനിക്കിഷ്ടപ്പെട്ട ആൾ പാടിയതാണ്. പക്ഷേ ഈ പാട്ടിപ്പോൾ ഞാൻ പാടിയപ്പോൾ എത്രത്തോളം നന്നായി എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം ഇത് പാടിയത് ഞാനല്ല. ഈ പാട്ട് പാടിയ ആളെയാണ് നമ്മളിന്ന് അയലത്തെ അടുക്കളയിൽ പരിചയപ്പെടുത്തുന്നത്. പാലക്കാടിൻ്റെ സ്വന്തം, നാടൻ പാട്ടിൻ്റെ സ്വന്തം കലാകാരൻ പ്രണവം ശശിയെ അയലത്തെ അടുക്കളയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രണവം ശശി, നമസ്കാരം. ശശിയേട്ടൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. ഇവിടെ നമ്മൾ നാടൻ പാട്ടിൻ്റെ എല്ലാ പ്രോഗ്രാംസും കൂടുതൽ പ്രണവം ശശി എന്നാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ നാടൻ പാട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയുന്ന വാക്ക് പ്രണവം ശശി എന്നാണ്. ഒരു വാക്കിൽ പറഞ്ഞാൽ തീരില്ല. ഇനി ഞാൻ ചുണ്ടനക്കിയ പാട്ട് അദ്ദേഹം പാടുന്നതെന്ന് കേൾക്കാം.
ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. അപ്പോൾ ഇന്ന് അയലത്തടുക്കളയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാചകം ചെയ്യുക എന്നതിലുപരി പാട്ട് കേൾക്കാനും കൂടിയിട്ടാണ് വന്നത്. കാരണം എപ്പോഴും നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക്, അരച്ചത്, വറുത്തത് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ആ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അല്പം സംഗീതം കൂടെ ആവാം. ഇന്നത്തെ അയലത്തടുക്കളയിൽ എപ്പിസോഡ് കുറച്ച് സംഗീതാത്മകമായ രീതിയിൽ നാടൻപാട്ടിൻ്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഞങ്ങളുടെ പാലക്കാടിൻ്റെ മോഹൻലാലാണ് ശ്രീ ഷാജോട്ടൻ. ഞങ്ങളുടെ അഹങ്കാരം ഷാജോട്ടൻ ഞങ്ങളെ അന്വേഷിച്ച് എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നതിൽ വളരെ സന്തോഷം. വളരെ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എന്നെ അന്വേഷിച്ച് വന്നതിൽ ഒരു കാര്യം ചെയ്യാം, നടന്ന് തവണത്ത് വന്നത് നമുക്ക് അകത്തിരിക്കണമെന്നില്ല, നമുക്ക് പുറത്തിരിക്കാം. കാരണം പുറത്ത് അത്യാവശ്യം കാറ്റും വിശേഷങ്ങൾ പറഞ്ഞ് ഇവിടെ ഇരിക്കാം. തീർച്ചയായിട്ടും. ഐശ്വര്യാണ്, പെൺകുട്ടികളെ ഐശ്വര്യാണ്. പക്ഷെ ആൺകുട്ടികളെ ഐശ്വര്യമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം അവൻ വന്നു കഴിഞ്ഞ് ശശിയേട്ടൻ പാടിയപ്പോൾ കൂടെ കൊട്ടിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അവൻ ആകെ 4ാം ക്ലാസ്സിൽ അല്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ചെറിയ ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ അച്ഛൻ്റെ പാട്ടിനനുസരിച്ച് താളം പിടിക്കുന്ന മകൻ, അത് ഇത്രയും ചെറുപ്പത്തിൽ ഒരു വലിയ ഭാഗ്യമല്ലേ. എനിക്കൊരു സർപ്രൈസ് ആയിട്ടാണ് അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഞാൻ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല അവനെ, ഇപ്പോൾ കൊട്ടു പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഞാൻ അയച്ചിട്ടില്ല. എൻ്റെ പ്രോഗ്രാം ഇങ്ങനെ ഇടയ്ക്ക് വന്നിങ്ങനെ ഇരിക്കും, അത് അവനൊരു മുഷിച്ചിൽ തോന്നി പോവുകയും ചെയ്യും. ഒരു ഉദ്ഘാടന പരിപാടിക്ക് എനിക്ക് പാട്ട് പാടാനൊരു തകലുകാരൻ എൻ്റെ ഇല്ല. എൻ്റെ കൂട്ടത്തിൽ വരുന്നവരൊക്കെ അന്ന് പരിപാടിയായിട്ട് പോയി. അപ്പോഴാണ് ഭാര്യയാണ് എന്നോട് പറയുന്നത്, എങ്കിൽ പിന്നെ അവനെ കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ധൈര്യമില്ല. കാരണം ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു പോക്കറ്റ് മണിയൊക്കെ തരുമല്ലോ, അത് പ്രയാസമാണ് എന്ന് കരുതി ഞാൻ ഒരു വിശ്വാസം ഇല്ലായ ഒരു അവസ്ഥയിൽ അവനെ കൊണ്ടുപോയി. അവനെ കൊട്ടാൻ കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എന്താവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ധൈര്യം തന്നത് വൈഫാണ്. അതിനെ കൊണ്ടുവെക്കും നന്നായിട്ട് കൊട്ടി. അത് ഏറ്റവും പാടാനും പാട്ടിന് ഒപ്പം കൊട്ടാൻ വിഷമുള്ള പാട്ടുകളാണ് നമ്മുടെ പാലക്കാടിൻ്റെ പൊറാട്ടംകളി പാട്ടുകൾ. മാറുന്നറിയാൻ പറ്റില്ല, ഒരു വല്ലാത്ത സംഭവമാണ്. അത് സ്ഥിരമായിട്ട് കൊട്ടുന്ന ആൾക്കാർ തന്നെ ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ച് അടുത്ത വേദിയിൽ കൊട്ടുമ്പോൾ ഈ സാധനം ആയിരിക്കില്ല, കേട്ട് പഠിക്കുക എന്ന് കരുതി പോകണം. ഇവിടുത്തെ പൊറാട്ട നാടകം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. പൊറാട്ടങ്ങൾ ഇപ്പോൾ സിനിമകളിലേക്ക് പാലക്കാടൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട് പലരും. പുതിയ സിനിമകൾ ഞങ്ങൾ പല ചർച്ചകൾ വരുമ്പോഴും ഇവിടുത്തെ പാട്ടുകൾ, ഇവിടുത്തെ പൊറാട്ട നാടകം കന്യാർകളിയൊക്കെ ഇവിടെയാണ്. കന്യാർകളി ഞാൻ കണ്ടത് വിദേശത്ത് വെച്ചാൽ മസ്കറ്റിലാണ് ഞാൻ കന്യാർകളി കാണുന്നത്. പക്ഷേ ആക്ച്വലി ഇവിടുത്തെ ഗംഭീരമായിട്ടുള്ള സാധനമാണ്. പാലക്കാടിൻ്റെ സ്വന്തം പാട്ടെന്ന് പറയാം, മാണിക്കക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഞാൻ സിനിമയിലുള്ള പലരെയും കേൾപ്പിച്ചു, ബിജു മേനോൻ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട്, അത് ശശിയേട്ടൻ പാടിയാൽ ഞാൻ കേൾപ്പിച്ചു കൊടുത്തു, ഗംഭീരമായിട്ട് ആസ്വദിക്കുകയും ഇപ്പോൾ പല ദിവസങ്ങളും അവർ മാറി മാറി ആ പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് പൊറാട്ട് നാടകത്തിൽ നിന്നാണ് ആ പാട്ട് വന്നത്. അതിൻ്റെ ഒരു ഋതമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ചെറിയൊരു കഥയും കൂടെ പറയാനുണ്ട്. ഈ പാട്ട് നിമിഷ കവികളാണ് ഈ പാട്ടുണ്ടാക്കുന്നത്. ഈ പാട്ട് സൃഷ്ടിച്ച ആളുടെ ഭാര്യ പണങ്ങിപ്പോയി. അപ്പോൾ പോയപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വന്നില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു, പണങ്ങി തന്നെ നിന്നു. അപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പോയി, ഭാര്യയുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഈ പാട്ട് ആ സമയത്ത് തന്നെ നിമിഷ കവനത്തിലൂടെ പാട്ട് പുറത്ത് വന്നു. പാട്ട് കഴിയുന്ന മാത്രമേ ഭാര്യ കൂടെ പുറപ്പെട്ടു വന്നു. അത്രയും ആ ഒരു ആകർഷണം ആ പാട്ടിലുണ്ട്. നമുക്ക് ആ പാട്ടിന് ഋതത്തിന് വേണ്ടി നമുക്ക് മോനെ കൊണ്ട് പിന്നെ തീർച്ചയായിട്ടും മോനെ ഒന്ന് കൊട്ടണം കേട്ടോ. മാണിക്ക കല്ലിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ, മാണിക്ക കല്ലിനെ
മറക്കില്ല ഞാൻ നിന്നെ മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ 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 മുത്തം തരാൻ പോവണ്ട മുല്ലപ്പൂവേ വാടണ്ട മുത്തം തരാൻ പോവണ്ട മുല്ലപ്പൂവേ വാടണ്ട മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ മാണിക്ക കല്ലിനെ സ്റ്റോപ്പ് ചെയ്തതുണ്ട് എടുക്കാൻ ഗംഭീരമായിട്ടാ അസലായിട്ടില്ലേ ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് ശരിക്കും പാലക്കാടൻ ഗ്രാമങ്ങളെ തൊട്ടുണർത്തുന്ന ഫീൽ ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പാട്ടുകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് കുക്കിങ്ങിൻ്റെ കാര്യം അയലത്തെ അടുക്കളയുടെ കാര്യം നമ്മൾ മറന്നു പോകുന്നൊരു സംശയമുണ്ട് അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് വല്ലതും പറഞ്ഞോ ചേച്ചി? ഞാൻ സംസാരിച്ചു ആദ്യം അദ്ദേഹം ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല ഷാജു വട്ടം വീട്ടിലേക്ക് വരുന്നു പറഞ്ഞതിൻ്റെ അപ്പോൾ ആ സർപ്രൈസ് തന്നെ അയാൾ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇനി എന്താണെന്ന് സംഭവമൊന്നുമില്ല പക്ഷേ ചെറിയൊരു സൂചന തന്നിരുന്നു പുട്ടാണ് അയാൾ ഉണ്ടാക്കുന്നത് പുട്ടും ചിക്കനും കൂടെ അപ്പോൾ പുട്ട് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പുട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കളർഫുൾ പുട്ട് കളർഫുൾ പുട്ട് ഇപ്പോൾ പുട്ടിൻ്റെ ഒരു കാരണം ഏറ്റവും കൂടുതൽ പുട്ടിന് മാർക്കറ്റുള്ള ഒരു സമയമാണ് എന്തായാലും ഇനി പുട്ടും ചിക്കൻ കറി ഒപ്പം നാടൻ പാട്ടും കൂടെ ഒരുമിച്ച് നമുക്കൊരു അയലത്തെ അടുക്കളയുടെ എപ്പിസോഡ് ഗംഭീരമാക്കാം. നാടൻ പാട്ടിൽ നിന്ന് നാടൻ ചിക്കൻ കറിയിലേക്കുള്ള യാത്രയാണ് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കറിയല്ല വയ്ക്കാൻ പോകുന്നത് ചിക്കൻ കറി ശരിക്കും നാടൻ ചിക്കൻ കറി കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ വരണം ശരിക്കും പക്ഷേ ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ തന്നെ ആയിരിക്കും മോഡേണായിട്ടായിരിക്കില്ല നാടൻ തന്നെ ആയിരിക്കും ടേസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പരിചയപ്പെടാം. ശ്രീമതി പേര് മാലതി. ഓക്കെ പേര് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു എല്ലാം ശശിയേട്ടൻ കൂടെ പറയിപ്പിക്കാനുള്ള പ്ലാനാണ്. രണ്ടുപേരും അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മുടി കൂടുതൽ എനിക്കൊണ്ട് ശശിയേട്ടനാണെന്നുണ്ട്. ഏകദേശം ഇത് എത്ര വർഷത്തെയാണത്? 15 കൊല്ലം ഉണ്ടോ? പാട്ടൊക്കെ ഇഷ്ടമാണോ ചേട്ടൻ്റെ? ആണ്. ഓക്കെ പാടാറുണ്ടോ? എൻ്റെ വിമർശകൻ കൂടിയാണ് പാട്ട് പാടുകയും ചെയ്യും. അല്ല ഒരു നല്ല വിമർശകൻ ഉണ്ടെങ്കിൽ ഒരു നല്ല കലാകാരൻ ഉണ്ടാവും. ഞാൻ പുറത്തൊക്കെ പോയി തമാശ പറയാറുണ്ട് എല്ലാവരും കാരണം മ്യൂസിക് ഫീൽഡാണ്. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യും. ലൊക്കേഷനിലായിക്കോട്ടെ എല്ലാം വലിയ തമാശക്കാരനൊക്കെയാണ്. പക്ഷേ ഞാൻ പരാജയപ്പെട്ട തമാശയിൽ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോക വന്നതായി പോലല്ല. അങ്ങനെ ഞാനത് ഫലിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ പറയും. അപ്പം ചിലപ്പോൾ ഈ തമാശയുടെ എൻ്റെ എത്തുമ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കും എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ. അപ്പം എന്നാലും എന്തൊക്കെയാണ് ഈ ചിക്കൻ കറിക്ക് വേണ്ടത്? ചിക്കൻ, പച്ചമുളക്, ഒരു ചിക്കൻ്റെ മെയിൻ സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ ഉണ്ടാക്കുന്ന രീതികളിൽ ഇനി വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഒരു നാടൻ കറിക്ക് വേണ്ടുള്ള സാധനങ്ങളാണ്. അത് മുളക് പൊടിയാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിന് ഏറ്റവും നല്ല കുരുമുളക് പച്ചക്കുരുമുളകാണോ അതോ ഉണക്ക് കുരുമുളക്? അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ അല്ലേ? തുടങ്ങി അതുവരെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം പാട്ടുകളൊക്കെ ആയിട്ടിരുന്നതാണ്. കുഴപ്പമില്ല. ഓക്കെ പുകയില്ലാത്ത അടുപ്പാണ്. അതായത് ഇവിടെ മുഴുവൻ വിറകാണ്, ഈ ഭാഗത്ത് മുഴുവൻ വിറകാണ്. അപ്പോൾ ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് വിറകിട്ട് കത്തിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വിറകിട്ട് കത്തിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാകുന്നു അല്ലേ? വിറകിട്ട് കത്തിക്കുന്ന ഏത് ഭക്ഷണമായാലും വേറെ ടേസ്റ്റ് ആയിരിക്കും, ഗ്യാസിൻ്റെ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു, പാത്രം വെച്ചു, ഇനി എണ്ണ ഒഴിക്കും. ചൂടാവുന്ന വരെ നമുക്ക് ഒരു പാട്ട് പാടിയാലോ? കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന
കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും ഏറെയുണ്ട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും ഏറെയുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. സൂപ്പർ സൂപ്പർ സോങ് ആണ്. ഭയങ്കര താളമാണ്. ഇതിന്റെ കൂടെ ആ തകിലും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് ഗംഭീരമാകുന്നത്. പിന്നെ ഇത് പാടുമ്പോൾ കൂടെ പാടണമെന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഈ പിച്ചില് നമ്മൾ എത്തില്ല. അപ്പം നമ്മളുടെ ഒരു വളരെ താഴെയുള്ള വെച്ച് അതുകൊണ്ട് ഇതായിട്ട് എത്തിപ്പെടില്ല. കാരണം ഭയങ്കര ഹൈ പിച്ചിലാണ് ഈ സാധനം പിടിക്കുന്നത്. നാടൻ പാട്ടിൻ്റെ ഒരു രീതി അതാണ്. എണ്ണ ചൂടായോ? ചൂടായെങ്കിൽ സവാള മാത്രം. സവാള വഴറ്റണ്ടേ? പക്ഷേ ഈ നാടൻ പാട്ട് കേട്ടതിന് ശേഷം അവിടെ ഇടാനുള്ള എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? ഇപ്പൊ സിനിമയിൽ പാടിയിട്ടുണ്ട്. അതെ, സിനിമയിൽ അതിന് താങ്ക്സ് പറയേണ്ടത് രാജോട്ടനെ കൊണ്ട് തന്നെയാണ്. എനിക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ഹരിയേട്ടനോട്, എൻ്റെ നമ്മുടെ പ്രശസ്തനായ കവി ഹരിയേട്ടനോട് പറയും. ഹരിയേട്ടൻ എൻ്റെ പേര് പ്രശസ്തനായ സംഗീത സംവിധായകൻ ഗോപി സുന്ദർ സാറോട് പറയുകയും ഗോപി സുന്ദർ സാർ അദ്ദേഹം എന്നെ കൊണ്ട് സിനിമയിൽ പാടിച്ചു. 3 സിനിമയിൽ ഈ അടുത്ത് പാടി. ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ, നിറയെ സിനിമകൾ, കൈ നിറയെ സിനിമ വരട്ടെ. കാരണം നല്ല കലാകാരന്മാരെല്ലാവരും അറിയപ്പെടട്ടെ. ചേട്ടാ, നമ്മൾ പാട്ടിൻ്റെ ഒരു ലോകത്ത് നിന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുക്കളയിലെ കുക്കിങ്ങിൻ്റെ എന്തൊക്കെയാണ് അവിടെ ഇടേണ്ടതെന്നുള്ള കാര്യം വിട്ടുപോയി. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം എണ്ണ ഒഴിച്ചു, സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ഇട്ടു. അത് കഴിഞ്ഞ് തക്കാളി പച്ചമുളക് ഇത്രയിട്ട് വഴറ്റിയിട്ടുണ്ട്. നമ്മൾ പാട്ടിലേക്ക് പോകും. തമിഴ്നാട്ടിലെ പാടുന്നൊരു പാട്ടാണ്, വളരെ രസമുള്ളൊരു പാട്ടാണ്. ആ പാട്ടിനൊപ്പം ശേഷം അനക്കം കൂടി ഉണ്ടെങ്കിൽ ഞാനപ്പോൾ എൻ്റെ മോനെയും അതിന് കോറസ് പാടാനും ഐശ്വര്യനും കൂടെ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുന്നു ഒരു ബാക്കപ്പ്. ഓടക്കര ഓരത്തിലെ ഉനക്കാക കാത്തിരുപ്പേன் உன்னோடு நான் ஒன்னா பேசணும் அதனாலே என் கண்ணுக்கு முன்னே வந்து நிக்க வேணும். ஓடக்கர ஓரத்திலே உனக்காக காத்திருப்பேன் உன்னோடு நான் ஒன்னா பேசணும் அதனாலே என் கண்ணுக்கு முன்னே வந்து நிக்க வேணும். ராப்பகல தூக்கமில்ல ராசாத்தி உன் நினைப்பு போத்தி படுத்தாலும் போகவில்லை உன் சிரிப்பு. ராப்பகல தூக்கமில்ல ராசாத்தி உன் நினைப்பு போத்தி படுத்தாலும் போகவில்லை உன் சிரிப்பு. நீ இருந்தா போதுமடி நித்தம் ஒரு பாட்டெழுத கண்ணால் கண்டால் பின்னால் மறைகிறேன் பக்கம் வந்தாக்கா அனல் பார்வை ஏனோ பார்க்கிறேன். ஓடக்கர ஓரத்திலே உனக்காக காத்திருப்பேன் உன்னோடு நான் ஒன்னா பேசணும் அதனாலே என் கண்ணுக்கு முன்னே வந்து நிற்க வேணும். ஓடக்கர ஓரத்திலே உனக்காக காத்திருப்பேன் உன்னோடு நான் ஒன்னா பேசணும் அதனாலே என் கண்ணுக்கு முன்னே வந்து நிற்க வேணும். അടിപൊളി. ഇനി ചിക്കൻ നന്നായാലും കുഴപ്പമില്ല, പാട്ട് ഗംഭീര. എണ്ണയൊഴിച്ചു, സവാള ഇട്ട് വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ട് വെള്ളം ഒഴിച്ചു, തിളയ്ക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ തിളയ്ക്കുന്ന ആ വേവിൻ്റെ കൂടെ ഈ പാട്ടിൻ്റെ ഒരു സുഖം, ചിക്കൻ്റെ നല്ല മണം വരുന്നുണ്ട്. അത് വേവുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. പാട്ടിൻ്റെ ടേസ്റ്റ് കാരണം ചിക്കൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പാട്ടിൽ മുഴുകി നിൽക്കുകയാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് എന്താണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്? തേങ്ങാക്കൊത്തും മല്ലിയിലയും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ.
കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്യും. ഓക്കെ, മല്ലിയിലയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൊണ്ട്. തേങ്ങാക്കൊത്ത് ചിക്കൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. തേങ്ങാക്കൊത്ത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും ചിക്കൻ കറിയിൽ ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ്. ഓക്കെ, അതിടാം. പാട്ടിങ്ങനെ പാലാഴി പോലെ കിടക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി പക്ഷേ ആയിക്കഴിഞ്ഞു. ചിക്കൻ കറി റെഡിയാണ്. ഇനി വേണ്ടത് അതിൻ്റെ കൂടെയുള്ള പുട്ടാണ്. പുട്ട്, കളർഫുള്ളായിട്ടുള്ള പുട്ടിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. പുട്ട് വേണം. അപ്പോൾ പുട്ട് റെഡിയാക്കാം. ചിക്കൻ പുറത്തേക്ക് എടുക്കാം. ഏതൊക്കെ പുട്ടാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്? പുട്ടിൻ്റെ പൊടികൾ ഏതൊക്കെയാണ്? അരിപ്പൊടി, ചോളം, റാഗി, ഗോതമ്പ്, ചോളം, അരി. അപ്പോൾ കളർഫുള്ളായിട്ടൊരു പുട്ട് ഇപ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ പുതുശ്ശേരി പുട്ടും, അങ്ങനെ പുതുശ്ശേരി പുട്ടെന്ന് ഞാൻ പറഞ്ഞാണ്. പുതുശ്ശേരിയാണ് സ്ഥലം, പുതുശ്ശേരിൻ്റെ സ്ഥലം പുതുശ്ശേരിയാണ്. പുതുശ്ശേരി പുട്ടും നാടൻ ചിക്കൻ കറി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പുട്ട് ഏകദേശമായി ആവി പറന്നു തുടങ്ങി. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ആയി നമ്മുടെ പ്ലേറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നാടൻ പാട്ടിലൂടെ അങ്ങ് പോയാൽ. എനിക്കിഷ്ടപ്പെട്ട നാടൻ പാട്ടാണ്. ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി പാടുന്നതാണ്. ഇതൊരു നല്ല ഫീലുള്ള പാട്ടും കൂടെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പാ നമ്മടെ കുമ്പളത്തൈ, അമ്മേ നമ്മടെ ചിരകത്തൈ, അപ്പാ നമ്മടെ കുമ്പളത്തൈ, അമ്മേ നമ്മടെ ചിരകത്തൈ, കുമ്പളം പൂത്തതും കായ പറിച്ചതും കരിക്കറിഞ്ഞതും നെയ്യിൽ പോരിച്ചതും നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞേലി, നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ. പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടും ചിക്കൻ കറിയും പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാം. പുട്ട് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഒരു പുതുമ തോന്നുന്നില്ലെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു കൊതി തോന്നും. ആ പുട്ടും കറിയും കൂടെ ഇങ്ങനെ എടുക്കാം. ഇതിനൊരു ഭംഗി കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിത് കഴിക്കാൻ തോന്നും. കാരണം എന്ന് വെച്ചാൽ കളർഫുള്ളായിട്ട് എല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പുട്ടിൻ്റെ ഒരുപാട് കടകളും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ വീടുകളിൽ ഞാനിത് ഉണ്ടാക്കുന്നത് വളരെ റയറായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ ഗോതമ്പ് പുട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തരാറുണ്ട്. ഏത് ഭാഗം തുടങ്ങാം, രണ്ട് സൈഡും തേങ്ങയാണ്. പണ്ടൊക്കെ നമ്മൾ തേങ്ങ ആദ്യം എടുത്ത് വീട്ടിൽ നമ്മളെ കൈക്ക് ആദ്യം അടിക്കുക. കാരണം എന്ന് വെച്ചാൽ തേങ്ങ തീർത്തു പോകും. നന്നായിട്ടുണ്ട്. കാരണം നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ചാനൽ തന്നിട്ടുണ്ട്. പക്ഷേ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. ശരിക്കും നാടൻ കോഴിയാണോ അത്? അല്ലല്ലോ. പക്ഷെ നാടൻ കോഴിയുടെ ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തും മസാലയെല്ലാം ശരിക്കും നാടൻ കോഴിയുടെ ടേസ്റ്റാണ്. അതും കളർഫുള്ളായിട്ടുള്ള ഈ പുട്ടും എന്തായാലും ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നു. ഉറപ്പായിട്ടും വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ചേരുവകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനൊരു മണവും ടേസ്റ്റും എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. എനിക്കൊന്ന് കുരുമുളകുണ്ട് അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കഴിക്കുക, ആസ്വദിച്ച് എൻജോയ് ചെയ്യുക. മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. രുചിക്കൂട്ടുകളുടെ പുതിയ വീട് കണ്ടെത്താനായി അയലത്തെ അടുക്കളയുടെ യാത്ര തുടരുകയാണ്. അയലത്തെ അടുക്കളയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. This is 24.